ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു എക്സാം സീരീസിൻ്റെ ആദ്യത്തെ എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ സമയം എങ്ങനെ മാനേജ് ചെയ്യണം. അത് ഞാൻ ഒരിക്കലും ഫസ്റ്റ് ഇയർ എക്സാം എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഏത് ഇയറിലുള്ളതാണെങ്കിലും നിങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം എഴുതുമ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കുറവായിരിക്കും, കൈക്ക് ആ വഴക്കമുണ്ടാവില്ല. കാരണം കോളേജിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നോട്ട്സ് എഴുതി നിങ്ങൾക്ക് കൈക്ക് വഴക്കമുണ്ടാവും. പക്ഷേ കുറച്ച് നാൾ സ്റ്റഡി ലീവിന് ഇരുന്ന് കഴിയുമ്പോൾ എഴുതി പഠിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ആ ഒരു ഫ്ലോ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സാം ആവുന്നതിന് മുമ്പ് തന്നെ എഴുതി കൈക്ക് ആ വഴക്കം കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് ആ സ്പീഡിൽ നിങ്ങൾക്ക് എക്സാം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരു എക്സാമിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് കാര്യം പറഞ്ഞിരുന്നു, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഓരോ ക്വസ്റ്റിനും എത്ര മാർക്ക് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ഒക്കെ ഡിവൈഡ് ചെയ്ത് പോയി അതനുസരിച്ച് പ്ലാൻഡ് ആയിട്ട് എക്സാം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അധികം സമയം എടുത്ത് അത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ആ ഫ്ലോയിലാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആ സ്റ്റഡി ലീവ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ അടുത്ത എക്സാംസ് വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും, ഈസിലി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഫസ്റ്റ് എക്സാം ആകുമ്പോൾ എല്ലാം ഒന്ന് ഓർഡർ ആയി വരേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾ കുറച്ചധികം സമയം അലോട്ട് ചെയ്യുക, അതിൻ്റെ റിവിഷൻ ആണെങ്കിലും അതിന് വേണ്ടിയുള്ള പഠനത്തിനാണെങ്കിലും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.